ഇപ്പോൾ നമ്മോടൊപ്പം മുൻ മന്ത്രി വി.എസ്. സുനിൽകുമാർ കൂടി ചേരുന്നുണ്ട്. സർ നമസ്കാരം. ഈ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് സർക്കാരിൽ. ആ DGPയുടെ റിപ്പോർട്ടിന്മേൽ ഒരു നടപടി വരും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഈ തൃശ്ശൂർ പൂരത്തിന്റെ അലങ്കോലപ്പെട്ട വിഷയത്തില് ഏതെങ്കിലും ഒരു പ്രത്യേക ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഉത്തരവാദി എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് പുറത്തു വരേണ്ടത്. അതായത് RSSന്റെ നേതൃത്വത്തില് തൃശ്ശൂർ പൂരം പോലെയുള്ള വളരെ സുപ്രധാനമായ എല്ലാ ജനങ്ങളും കൊണ്ടാടുന്ന ഒരു പരിപാടി തങ്ങളുടെ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി അത് അലങ്കോലപ്പെടുത്തി അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ നടത്തിയ ഒരു വലിയൊരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയില് RSSന്റെ നേതാക്കന്മാരടക്കമുള്ള നിരവധി ആളുകൾ, അതിൽ ചില ഉദ്യോഗസ്ഥന്മാരും അതിൽ പങ്കാളികളാണ്. അല്ലാതെ പോലീസ് സേന മുഴുവൻ അതിൽ പങ്കാളിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതിൽ പങ്കാളികളായിട്ടുള്ള ആരൊക്കെയുണ്ട്, അവിടുത്തെ ജില്ലാ കലക്ടർ അടക്കമുള്ള ആളുകളെ സംബന്ധിച്ചുള്ള നിരവധി സംശയങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതില് ആ ഒരു കോൺസ്പിറസി എന്താണെന്നുള്ളത് പുറത്തു വരുമ്പോഴാണ് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ട വിഷയത്തിന് പരിഹാരം ഉണ്ടാവും. അല്ലാതെ അജിത് കുമാറിനെ സംബന്ധിച്ച് അജിത് കുമാർ അവിടെ വന്ന് അദ്ദേഹത്തിന്റെ ഇടപെടലിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംബന്ധിച്ച് അവർ ഇന്റേണൽ ആയിട്ടുള്ള അന്വേഷണം നടത്തി അതിൽ വീഴ്ചയുണ്ടെങ്കിൽ അത് നടപടി സ്വീകരിക്കട്ടെ. പക്ഷെ ആ സ്വീകരിക്കുന്നതോടുകൂടി തൃശ്ശൂർ പൂരത്തിന്റെ അലങ്കോലപ്പെടുത്തിയ സംഭവം ക്ലോസ് ചെയ്യപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു വരലാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരിലെ മാത്രമല്ല മലയാളികളുടെ മുഴുവൻ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ഇവന്റാണ്. അത് ഞങ്ങളൊരിക്കലും തൃശ്ശൂർക്കാരായിട്ടുള്ള ആൾക്കാർ ആരും രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തിട്ടുള്ള കാര്യമല്ല. അപ്പൊ അവിടെ ഈ RSSന്റെ നേതൃത്വത്തിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി തങ്ങളുടെ വിജയത്തിന് വേണ്ടി ഇത്രയും പ്രധാനപ്പെട്ട വളരെ പവിത്രമായ ഒരു ഉത്സവത്തിനെ പോലും അലങ്കോലപ്പെടുത്തിയാലും വേണ്ടില്ല, ഞങ്ങൾ വിജയിപ്പിക്കണം എന്ന് വിചാരിച്ചവർ നടത്തിയ കള്ളക്കളി, അതില് വ്യക്തിപരമായിട്ട് പോലും ഇരയാക്കപ്പെട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അതില് ഉള്ള പൊളിറ്റിക്കൽ കോൺസ്പിറസി പുറത്തു വന്നാൽ മതിയാവുന്നത്. അവിടെ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന ആള് ആംബുലൻസിൽ വന്നിറങ്ങിയ സാഹചര്യം മുതല് പൂരം നിർത്തിവെക്കാൻ ഇടയാക്കിയ കാര്യങ്ങള്, ആ പൂരം നിർത്തിവെക്കാൻ വേണ്ടി നടന്നിട്ടുള്ള ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിന്റെ വീഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ പോലീസിന്റെ കയ്യിലുള്ളതാണ്. ഞാൻ പോലീസിന്റെ മുമ്പിൽ തെളിവ് കൊടുക്കാൻ പോയപ്പോ അവരെന്നെ കാണിച്ചിട്ടുള്ള വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കുറെ വീഡിയോ ക്ലിപ്പിംഗ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് പ്രചരിപ്പിക്കപ്പെട്ട കാര്യങ്ങളും അവിടെ യഥാർത്ഥം നടന്ന കാര്യങ്ങളെല്ലാം വീഡിയോയിൽ വളരെ വ്യക്തമാണ്. അതിന്റെ എല്ലാ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരണം. അങ്ങനെ വരുമ്പോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ല അതിൽ ഉണ്ടാവുക, അതിൽ പങ്കാളികളായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അതിൽ പ്രത്യേകിച്ച് RSSന്റെ ബാക്ക്ഗ്രൗണ്ടുള്ള RSSന്റെ അവിടെ വത്സൻ തില്ലങ്കേരി അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം, അവിടെ നടന്നിട്ടുള്ള മറ്റ് നിരവധി സംഭവങ്ങളൊക്കെ ഇതിനെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോ ADGP അജിത് കുമാർ ചെയ്ത തെറ്റിനെ സംബന്ധിച്ചുള്ള ചർച്ചയിലേക്ക് മാത്രം ആ പ്രശ്നത്തെ കേന്ദ്രീകരിക്കുകയും അതോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന്റെ വിശദമായ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരേണ്ടത്. ആ കോൺസ്പിറസി പുറത്തു വരിക തന്നെ വേണം. സാർ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായ ഈ ഒരു പൂരം കലക്കൽ വിവാദവും അതിന്റെ അന്വേഷണവും തൊട്ടു പിന്നാലെയുള്ള BJPയുടെ ഒരു മുന്നേറ്റവും ഒക്കെ ശരിയാണ്. നമ്മൾ ആ കോൺസ്പിറസിയൊക്കെ ആ ഘട്ടങ്ങളിൽ തന്നെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു കണ്ണി എന്ന നിലയിൽ അന്ന് RSS നേതാക്കളുമായി ഒക്കെ കൂടിക്കാഴ്ച നടത്തിയ ഒരാൾ എന്ന നിലയിലൊക്കെ ഈ കോൺസ്പിറസിയുമായി അജിത് കുമാറിന് നേരിട്ടൊരു ബന്ധമുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു കണ്ണിയിൽ നിന്ന് തന്നെ പോകണ്ടേ? ഞാനതിൽ അജിത് കുമാർ കണ്ണിയാണോ അല്ലേ എന്നുള്ള കാര്യം അതിനകത്തൊരു ഇമ്മെറ്റീരിയലാണ്. ഞാൻ അതിനെ പറ്റി ഒരു അഭിപ്രായപ്പെടം നടത്താൻ എൻ്റെ തെളിവൊന്നുമില്ല. ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടൊന്നുമില്ല. ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് നേരം വൈകി ഒരു പൂരം നിർത്തിവെച്ചു എന്നൊരു സംഭവം മാത്രമല്ലല്ലോ. മുമ്പും തൃശ്ശൂർ പൂരത്തിന് പല ഘട്ടങ്ങളിലും ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്ര തവണ പോലീസ്
പോലീസ് ലാത്തിചാർജ് നടത്തിയിട്ടുണ്ട്. പൂരത്തിന്റെ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറിക്കും പ്രസിഡന്റിനും അടി കിട്ടിയിട്ടുണ്ട്. പൂരം വെടിക്കെട്ട് മഴ പെയ്ത് മാറ്റിവെച്ചിട്ടുണ്ട്, 2 ദിവസം മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ പൂരത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ജനങ്ങളെ സംബന്ധിച്ചൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് മാറിയിട്ടില്ല. പൊളിറ്റിക്കലായിട്ട് ഇഷ്യൂ ആയിട്ട് മാറിയത് എപ്പോഴാണ് ആ പൂരം ആ രീതിയിലേക്ക് മാറുകയും അന്ന് രാത്രി തന്നെ അന്ന് പുലർച്ചെ മുതൽ RSS ഹാൻഡിലുകളിലും മാധ്യമങ്ങളിലും പ്രചരിപ്പിക്കപ്പെട്ടത് കേരളത്തിലെ LDF പിന്നെ കമ്മ്യൂണിസ്റ്റുകാര് പൂരം അലങ്കോലപ്പെടുത്തി അവർ തകർത്തു, അതിന് സ്ഥാനാർത്ഥിയായിരിക്കുന്ന VS സുനിൽകുമാർ അടക്കമുള്ള ആളുകളാണ് അതിന്റെ പിന്നില്, പൂരം ശരിക്കും നടത്താൻ പോലും പറ്റാത്ത ഇവരെന്തിനാണ് നടക്കുന്നത്, അതവിടെ പൂരത്തെ സംരക്ഷിച്ച ആളാരാണ്, ഈ പറഞ്ഞ സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള പ്രചരണങ്ങളും ഈ പൂരാലങ്കോലപ്പെട്ടതും പിന്നീടുണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഈ സംഭവമാണ് പുറത്തു വരുന്നത്. അല്ലാതെ പൂരത്തിന്റെ ഭാഗമായിട്ട് വെടിക്കെട്ട് 2 മണിക്കൂർ വൈകി അല്ലെങ്കിൽ പൂരത്തിൽ എന്തെങ്കിലും സംഗതി ഉണ്ടായിരുന്നതുകൊണ്ടൊന്നും അവിടെ ആദ്യത്തെ സംഭവമൊന്നുമില്ല. പണ്ട് പല ഘട്ടങ്ങളിലും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവത്തിനുള്ള പ്രാധാന്യം എന്താണെന്ന് വെച്ചാല് ഇത് ബോധപൂർവ്വം സൃഷ്ടിച്ചെടുത്തു എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അപ്പോ യാദൃശ്ചികമായിട്ട് പലത് സംഭവിക്കാം, അത് സംഭവിക്കുമ്പോൾ നമുക്ക് ആർക്കും തടയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതും ബോധപൂർവ്വം ഒരു കാര്യം ഉണ്ടാവുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് അതീവ ഗുരുതരമായ തെറ്റാണ്. അത് ചില ആളുകൾ ഇവിടെ ഞങ്ങളൊക്കെ വിശ്വാസത്തിന്റെയും വിശ്വാസികളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പറഞ്ഞിട്ടാണല്ലോ അവർ ആളുകൾ എടുത്തു വരികയോ വോട്ട് ചോദിക്കുകയോ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അവർ വിശ്വാസത്തെ സംരക്ഷിക്കുന്നവരല്ല, ആചാരങ്ങളെ സംരക്ഷിക്കുന്നവരല്ല, അനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കുന്നവരല്ല. അവർ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളടക്കം വിളിച്ചിട്ട് വരണമെങ്കിൽ ഇതിന്റെ പൊളിറ്റിക്കൽ കോൺസ്പിറസി എന്താണെന്നുള്ളത് ജനങ്ങൾ അറിയണം. അത്രേ എന്റെ അഭിപ്രായമുള്ളൂ. ശരി സാർ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. മുൻമന്ത്രി VS സുനിൽകുമാറാണ് നമ്മോട് സംസാരിച്ചത്.